Hello everyone, welcome to VBY ITA official YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെയറിംഗ് കപ്പാസിറ്റി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ രണ്ട് ടേംസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതും കൂടി ഫോർമുല ഒക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ട്, അനലിറ്റിക്കൽ മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഒരു ഫോർമുലയാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. QF ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ തീറ്റ സ്ക്വയർ. അതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയ്ക്ക് ഒരു പേരുണ്ട്, റാങ്കൈൻസ് ഫോർമുല എന്നാണ് പറയുക. റാങ്കൈൻസ് ഫോർമുല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റാങ്കൈൻസ് ഫോർമുല ചോദിച്ചിട്ടുണ്ടെങ്കിൽ QF ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ തീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. എന്താണ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഒരു യൂണിറ്റ് ഏരിയ സോയിലിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണോ ആ സോയിൽ ഫെയിലായിട്ടുള്ളത്, ഡിസ്പ്ലേസ് ആയിട്ടുള്ളത്, ആ ടൈമിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. ഫോർമുലയിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ നമുക്കറിയാം QF ഈക്വൽ ടു എന്നാണ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? QF തന്നെയാണ് എന്ത്? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് R0 എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ R0 എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് സോയിൽ അറ്റ് ഡെപ്ത് D. D എന്ന് പറയുന്ന ഡെപ്തിൽ ഉള്ള സോയിലിൻ്റെ ഡെൻസിറ്റിയാണ് R0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് D എന്ന് പറയുന്ന ഡെപ്ത് എടുത്തിട്ടുള്ളത്? അപ്പം നമുക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? സോയിൽ എക്സ്പ്ലോറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരു സെർട്ടൈൻ ഡെപ്തിലുള്ള സോയിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അറ്റ് ഡെപ്ത് D എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് സോയിൽ അറ്റ് ഡെപ്ത് D. ആ ഡെപ്തിലുള്ള സോയിലിൻ്റെ ഡെൻസിറ്റി എത്രയാണ് എന്നുള്ളതാണ് R0. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് Q എന്നാണ്. അപ്പോൾ ആക്ച്വലി ഇത് Q അല്ല, എന്താണ്? തീറ്റ ആണ്, തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് ദ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നതാണ് ഈ തീറ്റ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാനുണ്ടായിരുന്ന വാല്യൂസ് ഒന്ന് QF ആണ്, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. R0 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സോയിൽ അറ്റ് ഡെപ്ത് D. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ അത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് മൂന്നും അല്ല, നമുക്ക് അറിയുന്നുണ്ടായിരിക്കുന്നത് ഡെൻസിറ്റിയും അതേപോലെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനും അറിയുന്നുണ്ടായിരിക്കും. അത് രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് അനലിറ്റിക്കൽ മെത്തേഡ്സ്. അനലിറ്റിക്കൽ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് റാങ്കൈൻസ് ഫോർമുല. ഓക്കെ, അപ്പോൾ റാങ്കൈൻസ് ആണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. റാങ്കൈൻ എന്ന് പറഞ്ഞ ആളാണ് ആ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലോഡിംഗ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. ഓക്കെ,
ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കഴിഞ്ഞ മെത്തേഡ് അനലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ആ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവിങ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓഫീസ് വർക്കാണത്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫീൽഡ് വർക്കാണ്. ഓക്കെ, അപ്പോൾ ഫീൽഡ് ടെസ്റ്റ് ആണ് മെത്തേഡ് ഓഫ് ലോഡിംഗ് അല്ലെങ്കിൽ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എവിടെയാണോ ഫൗണ്ടേഷൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് എന്ത് ചെയ്യണം? ആ സൈറ്റിൽ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ പിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയാണ് കേട്ടോ. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും ഡെപ്തിൽ, എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഷൻ കെട്ടാനായിട്ട് അത്രയും ഡെപ്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ക്വയർ പിറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി സ്ക്വയർ പിറ്റിനകത്ത് എന്താണ്? നമുക്കൊരു ടെസ്റ്റ് പ്ലേറ്റ്സ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അയൺ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അയണിൻ്റെ, ഇരുമ്പിൻ്റെ, ഓക്കെ, ഇരുമ്പിൻ്റെ ടെസ്റ്റ് പ്ലേറ്റുകൾ നമുക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലേറ്റ് ലോഡ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ ആണ് ക്ലേയി സോയിലിന്. അതേപോലെ 30 സെൻറ്റിമീറ്റർ ഫോർ സാൻഡി സോയിൽ. ഓക്കെ, ക്ലേയി സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, കളിമണ്ണ് പോലത്തെ മണ്ണ്. ഓക്കെ, സാൻഡി സോയിൽ അറിയാലോ, ലൂസ് സോയിൽ, നമ്മളെ മണൽ. ഓക്കെ, ടൈപ്പ് സോയിലിന് 30 സെൻറ്റിമീറ്റർ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഴിയുടെ ഈ ഫിഗറിനകത്ത് നോക്കൂ. ഇതാണ് അതിൻ്റെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൻ്റെ ഒരു ടിപ്പിക്കൽ ഫിഗർ. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ ഒരു റിക്വയർഡ് ഡെപ്തിൽ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഇല്ലേ? ഇതാണ് നമ്മുടെ സ്ക്വയർ ടൈപ്പിലുള്ള കുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുഴിനകത്ത് എന്താണ്? നമുക്ക് ആ പ്ലേറ്റ് വെക്കണം. ആ പ്ലേറ്റ് വെക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ എത്രയാണോ പ്ലേറ്റിൻ്റെ അളവെടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് അത്രയും പോർഷനിൽ എന്ത് ചെയ്യണം? ഒരു ചെറിയ ഡിപ്പും കൂടി ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മൾ പ്ലേറ്റ്സ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്ലേറ്റ്സ് വെക്കുന്നത്. ഓക്കെ, ഈ പ്ലേറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? ഒരു ലോഡിംഗ് പോസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോഡിംഗ് പോസ്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കാണാൻ നമുക്ക് എന്താണ്? ഒരു മേസണറി പില്ലേഴ്സ് രണ്ട് സൈഡിലും സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റായിട്ട് നമ്മൾ ലോഡ് അങ്ങനെ അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. എന്താണ്? ഒരുപാട് ഹെവി ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? നമുക്ക് കാരണം ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലോഡ് താങ്ങുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഉണ്ട് അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ഹെവി ലോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ അത്രയും ലോഡ് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ലോഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഒരു മെഷറിംഗ് എക്യുപ്മെൻറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പ്രഷർ ഗേജ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന ഈ പില്ലറും അതുപോലെ തന്നെ എന്താണ്? ഈ ലോഡിംഗ് പോസ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഹൈഡ്രോളിക് ജാക്കും ഒക്കെ ഒരേ ഹൈറ്റിലായിരിക്കും. ആ ലെവലിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഗർഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗർഡറിൻ്റെ മുകളിൽ വീണ്ടും ജാക്കീസ് അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് കൊടുക്കുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളെ സാൻഡ് ബാഗ്സ്, അതായത് മണൽ നിറച്ചിട്ടുള്ള ചാക്കുകൾ, അതാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഈ ഒരു ലെയർ സാൻഡ് ബാഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവും അല്ലേ? ഈ പ്ലേറ്റ് താഴത്തേക്ക് താഴും. ഓക്കെ, ഇപ്പോൾ താഴുമ്പോൾ നമുക്കറിയാം ഇതിൽ എത്ര ലോഡ് എത്ര വന്നു അതിൻ്റെ പ്രഷർ എന്നുള്ളത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ വെച്ചിട്ടുള്ള എക്യുപ്മെൻറ്റിനകത്ത്. വീണ്ടും അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്? നമ്മൾ അടുത്ത റോയിലും കൂടി അടുത്ത സാൻഡ് ബാഗ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ലോഡ് കൂടുതലാവുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മളത്
കൂടുതൽ വെച്ച് എത്ര വരെ അത് ബെയർ ചെയ്യാനുള്ള, റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഫീൽഡിൽ ടെസ്റ്റ് ചെയ്യുന്ന ഫിഗേഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് നോക്കൂ, നമ്മളിവിടെ മാസൺറി ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് സപ്പോർട്ടിംഗ് ആയിട്ട്, പക്ഷെ ഇവിടെ സാൻഡ് ബാഗ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം. സാൻഡ് ബാഗ്സ് ആണ് എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, വീണ്ടും സാൻഡ് ബാഗ്സ് അല്ലേ, അതാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനകത്ത് എത്ര ലോഡ് വരുന്നു, എത്ര പ്രഷർ വരുന്നു അനുസരിച്ചിട്ട് അതിനകത്ത് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മുടെ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ഒരു എന്താണ് പോസ്റ്റ് ഇല്ലേ, പോസ്റ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആ പോസ്റ്റ് വെച്ചിട്ടുള്ളതാണ് എന്തിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്, നമ്മളുടെ പ്ലേറ്റ്സ്, അയൺ പ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിനനുസരിച്ച് അയൺ പ്ലേറ്റ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇതാ കണ്ടോ. അപ്പോൾ അത് സെറ്റിലാവുന്നതാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു പിറ്റ് എടുത്തിട്ട് എന്താണ് അയൺ പ്ലേറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ലോഡ് അപ്ലൈ ചെയ്യുന്തോറും അത് താഴ്ന്ന് പോയിട്ടുണ്ട് അല്ലേ, ഈ ഒരു പോർഷൻ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് മെഷറിംഗ് ഗേജ് ഉള്ള കാരണം നമുക്ക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അടുത്ത മെത്തേഡാണ് മെത്തേഡ് ഓഫ് ഡ്രോപ്പിംഗ് എ വെയിറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഫീൽഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും, അതുപോലെ എന്താണ് ഓഫീസ് വർക്കായിട്ട് അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഫീൽഡിൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ആക്ച്വലി ഫീൽഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് അറിയുന്ന ഒരു സബ്സ്റ്റൻസ് എടുക്കുക, ഒരു ഒബ്ജക്റ്റ് എടുക്കുക, എന്തെങ്കിലും ഹെവി വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുക. അത് നമുക്ക് എന്താണ് എത്രയാണോ നമ്മുടെ ഫൗണ്ടേഷൻ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഒരു പിറ്റ് എടുക്കുക, ഒരു കുഴി എടുക്കുക. ആ കുഴി എടുത്തതിന് ശേഷം എന്താണ്, അപ്പോൾ നമുക്കറിയാലോ ആ കുഴിയുടെ ഡെപ്ത് എത്രയാണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണ് ഈ വെയിറ്റ് ആ ഡെപ്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഹൈറ്റ് അറിയണം. ആ വെയിറ്റ് ഏത് ഹൈറ്റിലാണോ നിൽക്കുന്നത് ആ ഹൈറ്റ് നമുക്കറിയണം. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, താഴത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും ഇവിടെ മണ്ണാണ് അല്ലേ, മണ്ണിൽ ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ഒരു കല്ലല്ല ഒരു ബ്രിക്ക് തന്നെ നോക്കാം. വെറുതെ ഒരു ബ്രിക്ക് എടുത്തിട്ട് ഒരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ടു, മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഒരു കുഴി ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടായി, താഴത്തേക്ക് ഒരു ഡിപ്പ് ഫോം ചെയ്തിട്ടുണ്ട് കണ്ടോ, ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഡിപ്പിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ഈ നമ്മൾ ഇട്ട് കൊടുത്ത സാധനത്തിൻ്റെ വെയിറ്റ് അറിയാം, അത് എത്ര ഹൈറ്റിൽ നിന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാം. ഓക്കെ, പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പം എത്രത്തോളം ആ മണ്ണ് താഴേക്ക് താന്നു, ആ കുഴിയുടെ ഡെപ്ത് അറിയാം. അപ്പം ഇത്രയും നമ്മൾ ഫീൽഡിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസ് വർക്കായിട്ട് എന്ത് ചെയ്യും, ഒരു ഇക്വേഷൻ ഉണ്ട്, R equal to WH divided by D. എന്താണ് ഇക്വേഷൻ, R equal to WH divided by D എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് സോയിൽ, ആ സോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളത്. ആക്ച്വലി ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സോയിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള വാല്യൂ ആണ്. W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്, നമ്മൾ താഴത്തേക്ക് ഇട്ട് കൊടുത്ത സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് നമുക്കറിയാലോ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനമല്ലേ, അത് നമ്മൾ ഓൾറെഡി വെയിറ്റ് എടുത്തിട്ടുള്ളതാണ് അല്ലേ. പിന്നെ എത്ര ഹൈറ്റിൽ നിന്നാണ് അത് ഇട്ട് കൊടുത്തത് അത് നമുക്കറിയാം, നമ്മൾ മെഷർ ചെയ്തതാണ്. അപ്പോൾ W അറിയാം, H അറിയാം. നെക്സ്റ്റ് വൺ D എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, അത് ഡെപ്ത് ഓഫ് ഇംപ്രഷൻ. ഡെപ്ത് ഓഫ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെയിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കുഴി ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഉള്ള ആ കുഴിയുടെ ഡെപ്ത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് അറിയാവുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് R കണ്ടുപിടിക്കാം. സ്വാഭാവികമായിട്ടും R എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ആണ്. കാരണം അത് ഇട്ട് കഴിഞ്ഞപ്പം ആ സോയിൽ എന്തായിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട് അല്ലേ, ഡിസ്പ്ലേസ് ആയി. അപ്പോൾ അത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്.
ഓക്കെ. ഇനിയിപ്പോൾ ഈ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത സബ്സ്റ്റൻസ് വെയിറ്റ് ഇല്ലേ, ആ വെയിറ്റിൻ്റെ ഏരിയ നമുക്കറിയാം. ഓക്കെ. ആ ഏരിയ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആയിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ബെയറിംഗ് കപ്പാസിറ്റി. എത്ര വരെ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളത് അറിയണം അല്ലേ. സോയിൽ ഫെയിൽ ആവാതെ അത് റെസിസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ബെയറിംഗ് കപ്പാസിറ്റി ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ. ആർ ഓൾറെഡി നമുക്ക് കിട്ടി, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അല്ലേ. WH/D എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ആർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇട്ട് കൊടുത്ത വെയിറ്റിൻ്റെ ഏരിയ ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ, കണ്ടുപിടിക്കാലോ. അപ്പോൾ അത് രണ്ട് വാല്യൂസും നമുക്കുണ്ട്. അപ്പോൾ ബെയറിംഗ് കപ്പാസിറ്റി കിട്ടി. ഇനി നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടാൻ എളുപ്പമാണ്. ബെയറിംഗ് കപ്പാസിറ്റിയുടെ കൂടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്നുള്ളത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? അത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. മെയിനായിട്ട് നമ്മൾ ബെയറിംഗ് കപ്പാസിറ്റിയുടെ കേസിൽ നമ്മൾ എടുക്കുന്നത് 2 to 3 ആണ്. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ മെത്തേഡ്സ് വരുന്നത്. ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. അനലിറ്റിക്കൽ മെത്തേഡ് പറഞ്ഞു, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പറഞ്ഞു, പിന്നെ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? വെയിറ്റ് ഡ്രോപ്പ് ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഈ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് പോരല്ലോ ബെയറിംഗ് കപ്പാസിറ്റി, നമുക്കാണെങ്കിൽ വേറെ സൈറ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടി, ഒരുപാട് കൂടുതലാണെങ്കിലൊന്നും ഇത് പോസിബിൾ അല്ല, എന്താണ്, കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാം. ആ ഇംപ്രൂവ് ആക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? ബെയറിംഗ് കപ്പാസിറ്റി കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് കൂട്ടി കൊടുത്താൽ മതി, ആഴം കൂട്ടി കൊടുക്കുക. അത് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവുന്നത് എന്താണ്? നമ്മളൊരു വടിയെടുത്ത് എന്ത് ചെയ്യാണ്? മണ്ണിൽ തറയ്ക്കുകയാണെന്ന് വിചാരിക്കും. തറയ്ക്കുന്ന സമയത്ത് കുറച്ച് ആഴത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനുള്ള ചാൻസ് ഉണ്ട്? പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള, അതായത് പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി ആഴത്തിലേക്ക് അതിനെ ഫിറ്റ് ചെയ്ത് നിർത്തും. വീണ്ടും കാറ്റടിക്കുമ്പോൾ അത് ഇളകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ആഴത്തിലേക്ക് കുത്തി നിർത്തും. അത്ര തന്നെയാണ് നമ്മുടെ ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനിൽ പറയുന്നത്. എന്താണ്? ഡെപ്ത് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതെന്താണ്? അത് നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മെറ്റീരിയൽ കോസ്റ്റ് വരും അല്ലേ. അപ്പോൾ അതിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എക്കണോമിക്കലി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറ്റാവുന്ന, ചെറിയ തോതിലൊക്കെ പറ്റാവുന്ന കാര്യത്തിൽ മാത്രമേ ഈ ഇൻക്രീസിങ് ഡെപ്ത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇൻക്രീസിങ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പാക്റ്റിംഗ് സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. കോമ്പാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അമർത്തുക, നന്നായിട്ട് പ്രസ് ചെയ്ത് അമർന്ന് അടുത്തടുത്ത് ഇരിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക? കോമ്പാക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ കോമ്പാക്റ്റഡ് ആവുന്നത് എന്ന് നോക്കാം. നമ്മുടെ സോയിലിൻ്റെ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സോയിലാണ് എന്താവുന്നത്? കോമ്പാക്റ്റഡ് ആവേണ്ടത്. ഓക്കെ. അപ്പോൾ കോമ്പാക്റ്റിംഗ് സോയിൽ, നമ്മൾക്കറിയാം സോയിലിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എത്രയായിരിക്കും എന്നുള്ളത് അല്ലേ. പല ടൈപ്പ് സോയിൽസിന് പല അകലങ്ങളാണ് ഉണ്ടായിരിക്കുക. ചെറിയ ചെറിയ തരികൾ തമ്മിലുള്ള അകലമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമ്മളൊരു കുപ്പിയിൽ മണൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം വെറുതെ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ അതൊരു പോർഷൻ എത്തിക്കഴിഞ്ഞാൽ അത് നിറയും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് അതിനൊന്ന് അടിച്ച് താഴ്ത്തി വെക്കും. അപ്പോൾ വീണ്ടും അതിൽ ഫില്ല് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും അല്ലേ. അങ്ങനെ അങ്ങനെ നമുക്ക് മാക്സിമം എത്രത്തോളം ആക്കാം
അപ്പോൾ അത് എന്താണ്, കോമ്പാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫില്ല് ചെയ്യുമ്പോൾ അത് അടിച്ച് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ്, ആ കണികകൾ തമ്മിൽ, ആ തരികൾ തമ്മിൽ എന്താണ്, ഒന്നും കൂടി അടുത്തടുത്തടുത്തിരിക്കും അല്ലേ. നമുക്ക് നല്ലൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 3 ആൾ ഇരിക്കേണ്ട ഒരു ബെഞ്ചിൽ നല്ല വിസ്താരത്തിലൊക്കെ ഇരിക്കാം. ഒരു 4ാമത്തെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നീങ്ങി കൊടുത്ത് അവനും കൂടി ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവളും കൂടി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ. കുറച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ഒരാളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും, അപ്പോൾ നമുക്ക് തിങ്ങി നിരട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കും. 6ാമത്തെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിങ്ങും അല്ലേ. അതാണ് കോമ്പാക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യും തോറും. അപ്പോൾ നമുക്കറിയാം ഈ 6 ആൾ വരുമ്പോൾ എന്താണ്, ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിക്കും അല്ലേ, ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ കണികകൾ ചെയ്യുന്നത്, എന്തിൻ്റെ, സാൻഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്ന ആ ഒരു സോയിലിൽ, ആ ഒരു പോർഷനിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്, കുഴി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ടു 50 സെൻറ്റിമീറ്റർ എന്താണ്, ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയാണോ ഫൗണ്ടേഷൻ കെട്ടേണ്ടത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടായിരിക്കും നമ്മൾ കുഴി എടുക്കുന്നുണ്ടായിരിക്കുക. ഈ കുഴി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, റബിൾസ്. റബിൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, റബിൾ മേസൺറി നമ്മൾ പഠിച്ചിട്ടുള്ളതാ ഓൾറെഡി. അപ്പോൾ ആ റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോൺസ് ആണ്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺസിനെയാണ് നമ്മൾ റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റബിൾ എന്ത് ചെയ്യാണ് കൊടുക്കുന്നത്, നമുക്കറിയാം, കല്ല് ഉരുണ്ടിട്ടുള്ള ഒരു കല്ല്, നമ്മൾ മേസൺറിക്ക് യൂസ് ചെയ്യുന്ന കല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റബിൾസ് എന്ന് പറയുന്നത്. സോറി, മേസൺറിക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല ടൈപ്പ് കല്ലുണ്ട് കേട്ടോ. അപ്പോൾ കരിങ്കല്ല് പോലത്തെ കല്ലുകളില്ലേ, അതിനെയാണ് നമ്മൾ റബിൾസ് എന്ന് പറയുന്നത്, ചെങ്കല്ലല്ല. അപ്പോൾ ഈ റബിൾസ് ആ പിറ്റിനകത്തോട്ട് ഒരു 30 to 45 സെൻറ്റിമീറ്റർ വരെ ഉള്ള ഒരു ലെയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റബിൾസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ റാം ചെയ്യും. റാം ചെയ്യാൻ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. റാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അടിച്ച് അമർത്തുക. ഓക്കെ, അപ്പോൾ അത് അടിച്ചമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ഉണ്ടാവുക, സെറ്റിലാവും അല്ലേ, താഴത്തേക്ക് സെറ്റിലാവൽ തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 to 25 സെൻറ്റിമീറ്റർ, 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ വീണ്ടും എന്ത് ചെയ്ത് കൊടുക്കും, ഈ റബിൾസ് ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, റാം ചെയ്യും. എന്നിട്ട് നമ്മൾ ആ സോയിലിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാരിങ് കപ്പാസിറ്റി കൂടുതലായിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം ഈ സോയിലിന് അത്രയും ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കോമ്പാക്റ്റിംഗ് സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ഡ്രെയിനേജ് ഓഫ് സോയിൽ. ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. എന്താ ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൺ ഓഫ് വാട്ടർ പോവാനുള്ളത് അല്ലേ, മഴവെള്ളം ഒഴുകി പോകാവുന്നതാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ഡ്രെയിനേജ് എന്ന് പറയാറുള്ളത്. ഡ്രെയിനേജ് പിറ്റൊക്കെ നമുക്ക് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാറുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ സോയിൽ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്താണ്, വെള്ളത്തിൻ്റെ കണ്ടന്റ് മണ്ണിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ബാരിങ് കപ്പാസിറ്റി കുറയും അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്, ചതുപ്പ് നിലത്തിൽ പാടത്തൊക്കെ വീടുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നത് റീസൺ കുറേയൊക്കെ അതാണ്. ബിൽഡിംഗ് കെട്ടാൻ പാടത്ത് പെർമിഷൻ കൊടുക്കില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അവിടെ ബാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പം നമ്മൾ എന്താണ് ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്, ആ മണ്ണിലുള്ള വാട്ടർ കണ്ടന്റ് മാക്സിമം ഒഴിവാക്കാവുന്ന പ്രോസസ്സ്, അതിനെയാണ് ഡ്രെയിനേജ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, വാട്ടർ കണ്ടന്റിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന് ബാരിങ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, അതാണ് ഡ്രെയിനേജ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കൺഫൈനിങ് ഓഫ് സോയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ഷീറ്റ് പൈലിംഗ്. പൈലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്,
പ്രീകാസ്റ്റഡ് ആയിട്ടുള്ള പൈൽസ്, കോൺക്രീറ്റിന്റെ പില്ലേഴ്സ്. ഓക്കെ, ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള കോൺക്രീറ്റ് പില്ലേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്? ആ മണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ താഴ്ത്തുമ്പോൾ തന്നെ എന്താണ്, ആ മണ്ണ് കൂടുതൽ കോമ്പാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ കോമ്പാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി റെസിസ്റ്റിംഗ് പവർ ഉണ്ടായിരിക്കും, പാരിംഗ് കപ്പാസിറ്റി കൂടും. അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ പാലത്തിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ, അതേപോലെ വലിയ വലിയ ബിൽഡിങ്സിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ അതിലെന്താണ് പൈലിംഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ തൂണുകൾ മണ്ണിലേക്ക് അടിച്ച് താഴ്ത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഷീറ്റ് പൈലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഗ്രൗട്ടിംഗ്. ഗ്രൗട്ട് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ് ഗ്രൗട്ട്? ഗ്രൗട്ട് എന്ന് പറയുന്നത് ആക്ച്വലി സിമെന്റും അതുപോലെ തന്നെ വാട്ടറും തമ്മിലുള്ള മിക്സ്ചറാണ്, അല്ലേ? സിമെന്റും വാട്ടറും മിക്സ് ചെയ്യുന്നതിനെയാണ് ഗ്രൗട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി സിമെന്റ് അല്ല, ബൈൻഡിങ് മെറ്റീരിയലും വാട്ടറും തമ്മിലുള്ള മിക്സ്ചറിനെയാണ് ഗ്രൗട്ട് എന്ന് പറയുന്നത്. സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സിമെന്റ് ഗ്രൗട്ട് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സിമെന്റ് ഗ്രൗട്ടിനെ പറ്റിയിട്ട് തന്നെയാണ്. എന്താണ്, നമുക്ക് എവിടെയാണോ ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ, അതായത് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്, ആ ഭാഗത്ത് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ബോർ ഹോൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അറിയാലോ, ബോർ ഹോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സൈറ്റ് എക്സ്പ്ലോറേഷനിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആഴത്തിൽ ആ ഹോൾസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കുറച്ച് ഹോൾസ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഹൈ പ്രഷറിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഗ്രൗട്ട് ആ ബോർ ഹോൾസിന്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ബോർ ഹോൾസിന്റെ ഉള്ളിലേക്ക് ആ സിമെന്റ് ഗ്രൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ സ്റ്റോൺസ് അവിടെയുള്ള അതിന്റെ അടിയിലുള്ള റോക്സ് ഒക്കെ എന്താണ് വിണ്ടിട്ടൊക്കെ നിൽക്കുകയാണെന്ന്, വിള്ളലൊക്കെ ഉള്ള റോക്കാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ബെഡ് ഓഫ് റോക്ക് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? റോക്ക് ബെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനൊക്കെ വിള്ളലൊക്കെ ഉണ്ടായിരിക്കും, ഭൂമിയുടെ അടിയിലല്ലേ ഉള്ളത്. അപ്പൊ ആ വിള്ളലിലേക്കൊക്കെ ഈ സിമെന്റ് ഗ്രൗട്ട് ഇറങ്ങി ചെന്നിട്ട് അതിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? അത് അവിടെ ഫില്ലാവും, അല്ലേ? ഫില്ലായി കഴിഞ്ഞാൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സോയിലിന്റെ ബെയറിംഗ് പവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഗ്രൗട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. കെമിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്, ബെയറിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കെമിക്കൽസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സിമെന്റ് ഗ്രൗട്ടിന് പകരം അത്തരത്തിലുള്ള കെമിക്കൽസ് ആണ് പ്രഷർ യൂസ് ചെയ്തിട്ട് ഈ ബോർഹോളിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും? ആ ഗ്രൗണ്ട് അതിനനുസരിച്ച് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത് ആ ഗ്രൗണ്ടിന്. പക്ഷെ ഇതിന് ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സൈറ്റ് എക്സ്പ്ലോറേഷനിൽ. അപ്പൊ അതിനകത്ത് എന്താണ്, കോസ്റ്റ്ലി ആണ്. ഈ കെമിക്കൽസ് ഒക്കെ ഭയങ്കര വില കൂടിയ കെമിക്കലാണ്. പെട്ടെന്ന് മാർക്കറ്റിൽ പോയി നമുക്ക് ചീപ്പ് റേറ്റിന് മേടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് കുറച്ച് കോസ്റ്റ് ഉള്ള ടൈപ്പ് മാത്രമേ യൂസ് ചെയ്യൂ, എക്കണോമിക്കൽ അല്ല. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാറുള്ളത്. അത്രയാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് മെഷേഴ്സ് ടു പ്രിവെന്റ് സച്ച് എ ഫെയിലിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ഫെയിലിയർ ആവാനുള്ള, അതായത് ഫെയിലിയർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ക്രാക്ക് വീഴുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലേ? സ്ട്രെങ്ത് കുറയുന്ന സിറ്റുവേഷൻസ്. അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? എന്തൊക്കെ കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷനിൽ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. എന്താണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ് ഓൺ ഫൗണ്ടേഷൻ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈക്വൽ അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്? വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. ലോഡ്. ഓക്കെ, വിതരണം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കരുത്. ലോഡാണ്
എന്താണ് ഈക്വൽ അല്ലാത്ത രീതിയിൽ കൊടുക്കുന്നത്. നമ്മളൊരു ഫൗണ്ടേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഭാഗത്ത് ഹെവി ലോഡും ഒരു ഭാഗത്ത് ചെറിയ ലോഡുമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ തന്നെ വേണമെന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുക, അതെന്ത് ചെയ്യുക, ഒരു ഭാഗത്ത് ഹെവി ലോഡ് കൊടുക്കുക, അടുത്ത ഭാഗത്ത് ചെറിയ ലോഡ് കൊടുക്കുക. എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ത്രാസ് ആലോചിച്ചാൽ മതി. ത്രാസിൽ ഒരു ഭാഗത്ത് ഹെവി ലോഡ് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ അത് താഴും, മറ്റേ ഭാഗം പൊന്തി നിൽക്കും അല്ലേ? അപ്പോൾ ഫൗണ്ടേഷൻ ഫെയിലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ അതാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബെയറിംഗ് പവർ ഓഫ് സബ്സോയിൽ. നമുക്കറിയാം ഒരു സോയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് പിസ ടവർ, പിസ ഗോപുരം അല്ലെങ്കിൽ ചെരിഞ്ഞ ഗോപുരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ടൈപ്പ് സോയിലും മറ്റേ ഭാഗത്ത് എന്താണ് വേറൊരു ടൈപ്പ് സോയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് രണ്ടിനും എന്താണ് രണ്ട് ബെയറിംഗ് കപ്പാസിറ്റി ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ എന്താണ് ഒരു ഭാഗം താഴ്ന്നു പോകും അല്ലേ? ബെയറിംഗ് പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക, സെറ്റിൽമെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ. പിന്നെ എക്സെൻട്രിസിറ്റി ഓഫ് ദ ലോഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് വേരിയിങ് ആയിട്ടുള്ള ലോഡ്, അതായത് കറക്റ്റ് ഭാഗത്തല്ലാതെ എന്ത് ചെയ്യാണ്, ഇപ്പം എൻഡിലൊക്കെ ആയിട്ട് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നതിന് ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളെന്താ സെൻറ്ററിൽ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ആവും അല്ലേ? കുറച്ച് നീങ്ങിയിട്ടാണ്, അറ്റത്തേക്ക് നീങ്ങും തോറും ലോഡ് അറ്റത്തേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ക്രാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഫൗണ്ടേഷൻ ഫെയിലിയർ ആവാതെ നോക്കാൻ പറ്റും. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് മാസൺറി ആണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്താണ് മാസൺറിയിൽ എന്താണ് ജോയിൻസ് ഒക്കെ കറക്റ്റ് അല്ലാതെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, വിഡ്രോവൽ ഓഫ് മോയ്സ്ചർ ഫ്രം ദ സബ്സോയിൽ. ഇപ്പം ഇതിനകത്ത് പറയുന്നത് സബ്സോയിൽ, നമ്മളെ ഫൗണ്ടേഷൻ നിൽക്കുന്ന ആ സോയിലിൽ എന്താണ് ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും, ഒരു വാട്ടർ ടേബിൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാ സോയിലിലും അതെ, എന്താണ് ഒരു സെർട്ടൻ വാട്ടർ ടേബിൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. പല ടൈപ്പ് സോയിലിൽ അത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ ഒരു പാടം സങ്കല്പിക്കുക, ഒരു പാടത്ത് വെള്ളമുള്ള ഒരു സിറ്റുവേഷൻ, വെള്ളം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കണ്ട, എന്താണ് എന്നാലും മണ്ണ് ഏകദേശം നനഞ്ഞിരിക്കുന്ന ഒരു ക്ലേ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സങ്കല്പിക്കുക. ആ പാടം വേനൽക്കാലത്തും അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത്? അല്ല. അപ്പം അതെന്താ ഉണ്ടാവുന്നത്, ചൂട് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാടത്ത് എന്ത് വരാൻ തുടങ്ങും, വിള്ളലുകൾ വരാൻ തുടങ്ങും അല്ലേ? നമ്മൾ വരൾച്ചേൻ്റെ ഒക്കെ ഫിഗറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാണിക്കുന്നത് ഓരോ കട്ടയായിട്ടായിരിക്കും പാടത്ത് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പം അത് തന്നെയാണ് വിഡ്രോവൽ ഓഫ് മോയ്സ്ചർ ഫ്രം സബ്സോയിൽ എന്ന് പറയുന്നത്. എന്താണ് ആ വാട്ടർ ടേബിൾ എന്താണ് പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വാട്ടർ ടേബിൾ മാറിയിട്ട് വേറൊരു വാട്ടർ ടേബിളാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താവും, സോയിലുകൾ തമ്മിൽ ഷ്രിങ്ക് ആവും അല്ലേ? കൂടിച്ചേർന്ന് അത് ഓരോ പാർട്ടായിട്ട് എന്ത് ചെയ്യും, ക്രാക്ക് ഫോം ചെയ്യും. അപ്പം ഇത് മണ്ണിൽ ഇങ്ങനെ ക്രാക്ക് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, ഫൗണ്ടേഷൻ ഫെയിലിയർ ആവും, അതിന് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അല്ലേ? അപ്പം അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ. പാടം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എല്ലാ സോയിലിലും വാട്ടർ ടേബിൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്ന വാട്ടർ ടേബിൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലാറ്ററൽ പ്രഷർ ഓൺ ദ സൂപ്പർ സ്ട്രക്ചർ. ലാറ്ററൽ പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഒരു സ്ട്രക്ചർ ബിൽഡിംഗ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഹൊറിസോണ്ടൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് വിൻഡ് ലോഡാണ്, കാറ്റിൻ്റെ. ഓക്കെ. അപ്പോൾ ഈ വിൻഡിൻ്റെ ലോഡ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രഷർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, ഒരു ലോഡ് നമ്മൾ കൊടുങ്കാറ്റൊക്കെ വീശിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നത്,
ഓവർടേൺ ചെയ്യും ആ ബിൽഡിങ് അല്ലേ. അതിൻ്റെ എവിടെയാണോ ഇപ്പം താഴത്ത് വീശുന്നില്ല മുകളിലാണ് വീശുന്നതെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം മാത്രം നീങ്ങും, ഓവർടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് എന്താണ് മരങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. ഒറ്റ സ്ട്രെച്ചിന് വീഴുകയാണോ ചെയ്യുന്നത്? അല്ല, വളഞ്ഞിട്ടൊക്കെയാണ് വീഴുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഓവർടേണിങ് ചെയ്യുക എന്ന് പറയുന്നത്. താഴത്തെ ഭാഗം അങ്ങനെ തന്നെ നിൽക്കും, എന്ത് ചെയ്യും, മുകളിലത്തെ ഭാഗം സ്ലൈഡ് ചെയ്യും. പിന്നെ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഈ താഴത്തത് കൂടി നീങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഓവർടേൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഫൗണ്ടേഷനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ വിൻഡ് ലോഡും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ബേസും കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എർത്ത്. എർത്തിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് പറയാൻ പറ്റും. എന്താണ്, മുകളിലുള്ള മണ്ണ് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യാം, താഴേന്ന് ഭൂമി ഹൊറിസോണ്ടലി മൂവ് ചെയ്യാം അല്ലെ, ഭൂമിയുടെ പാർട്ടിക്കിൾസ്. അപ്പോൾ ഭൂമിയുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതാണ്, ഇന്റേണലി മൂവ് ചെയ്യുന്നതാണ് നമ്മൾ എർത്ത് ക്വേക്ക് ആയിട്ട് പറയുന്നത്. എർത്ത് ക്വേക്ക് ഉണ്ടായാലും നമുക്ക് ഫൗണ്ടേഷൻ ഫെയിലിയർ ആവും അല്ലേ. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഭൂകമ്പം, ഭൂമി കുലുക്കം അല്ലേ. അപ്പോൾ ഭൂമി കുലുക്കത്തിനും ഭൂകമ്പത്തിനും ഒക്കെയാണ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്താണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഫെയിലിയർ ആവും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ലെവലിലാണ് നമ്മുടെ ഗ്രൗണ്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉയർന്ന ഭാഗത്തുനിന്ന് താഴത്തെ ഭാഗത്തേക്ക് മണ്ണൊലിച്ചു പോകും അല്ലേ. അപ്പോൾ അതൊരു സ്ലോപ്പ് പോലെ ആയിട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ ഫൗണ്ടേഷൻ ഫെയിലിയർ ആവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റീറ്റെയിനിങ് വാളാണ് കൊടുക്കുക. എർത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് പ്രകൃതി തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം റെസിസ്റ്റ് ചെയ്യാവുന്നതാണ് ഉള്ളൊരു കണ്ടീഷൻ. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈറബിൾ കണ്ടീഷനിൽ ഷീറ്റ് പൈൽസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഷീറ്റ് പൈൽ എന്താണെന്ന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞല്ലോ. നെക്സ്റ്റ് വൺ, ട്രാൻസ്പിരേഷൻ ഓഫ് ട്രീസ് ആൻഡ് ഷ്രബ്സ്. അപ്പോൾ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, മരങ്ങൾ വെള്ളം വലിച്ചെടുക്കുന്ന ആ ഒരു പരിപാടിക്കാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്പിരേഷൻ. വലിച്ചെടുക്കല എന്താണ്, അത് എന്ത് ചെയ്യും, പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും അല്ലേ. അത് അതിനനുസരിച്ചിട്ട് ഇലയിൽ കൂടെ അത് നഷ്ടപ്പെടുകയും ചെയ്യും, പിന്നെ അതിന് വലിച്ചെടുക്കും വേണം അല്ലേ. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എന്താണ്, സ്ട്രക്ചറിൻ്റെ അടുത്ത് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടാവും അല്ലേ. ആ ഒരു വാട്ടർ കണ്ടന്റ് മണ്ണിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു ക്രാക്ക് ഭൂമിയിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാൾസിലും അത് ഫോം ചെയ്യും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ബിൽഡിങ്ങിൻ്റെ വാൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ റീസൺ ഈ മരം എടുത്തുള്ളത് കൊണ്ടാണ്, മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ടൊക്കെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം അതിന് നമ്മൾ ചെയ്യുന്നത് റിക്വയർഡ് ഡെപ്ത് മിനിമം 1 മീറ്റർ ഡെപ്തിലെങ്കിലും ഫൗണ്ടേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിൽഡിങ്ങിൽ നിന്ന് ഒരു സേഫ് ഡിസ്റ്റൻസിൽ മാത്രമേ മരം ഉണ്ടാവാൻ പാടുള്ളൂ. ആ സേഫ് ഡിസ്റ്റൻസ് പറയുന്നത് 8 മീറ്റർ ആണ്. 8 മീറ്റർ അകലത്തെങ്കിലുമാണ് മരം വയ്ക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ഫൗണ്ടേഷൻ ഫെയിലിയർ ആവാനുള്ളത് അറ്റ്മോസ്ഫിയറിക് ആക്ഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് ആക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഹെവി റെയിൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു അറ്റ്മോസ്ഫിയറിക് ആക്ഷൻ ആണ് അല്ലേ. കൂടുതൽ മഴ കിട്ടിയാലും പ്രോബ്ലം ആണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രളയം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അപ്പോൾ ബിൽഡിങ് ഫെയിലിയർ ആവുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെന്താണ്, പ്രളയമില്ലെങ്കിലും നമുക്ക് കുറേ നേരം നിന്ന് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാംനെസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ഡാം പ്രൂഫിങ്ങിൽ പഠിച്ചതാണ്, DPC ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതല്ലേ ഡാംനെസ് വരും എന്നുള്ളത്. അപ്പോൾ അതും നമ്മുടെ ഫൗണ്ടേഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിനകത്ത് പറഞ്ഞതാണ് അല്ലേ. ടിമ്പറിങ് ഓഫ് ട്രെഞ്ചസ്, അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ഈ ഡാംനെസ്
എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെയറിംഗ് കപ്പാസിറ്റിയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ മുൻപ് പഠിച്ച 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബെയറിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ സോയിൽ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ. ഈ 2 ചാപ്റ്ററുകളും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മണ്ണിനെ പറ്റിയിട്ട് അല്ലേ, നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഏതാണോ സൈറ്റ്, ആ സൈറ്റിനെ പറ്റിയിട്ടുള്ള സോയിലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അറിയുന്നത്? ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫൗണ്ടേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.